ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിഖിൽ വന്ന് സത്യങ്ങൾ പറയാണ്, എന്നെ ഗൗതമ സഹായിച്ചോ എന്നുള്ള സത്യം നിധിയോട് പറയുമ്പോൾ നിധിക്കത് താങ്ങാനാവില്ല. അത്രയും വലിയ സന്തോഷമാണ് നിധിക്കുള്ളിൽ വരുന്നത്. അങ്ങനെ നിധി വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിധിയുടെ അമ്മ പറയണ, മോളെ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നീ ഇവിടെ നിൽക്കുക, നിനക്ക് ഞാൻ എന്തെങ്കിലും തരാമെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല അമ്മ, എനിക്ക് എൻ്റെ ഗൗതമിനെ കാണണം, അതാണ് എൻ്റെ ഇപ്പോൾ ആദ്യത്തെ ആവശ്യമെന്ന് പറയും കേട്ടോ. അങ്ങനെ നിധി അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്യാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ഇങ്ങനെ നിധി ചിന്തിക്കുകയാണ്, എൻ്റെ മനസ്സിൻ്റെ വിഷമം എത്ര പെട്ടെന്നാണ് ഗൗതം മനസ്സിലാക്കിയിരിക്കുന്നു. ആ വീട്ടിൽ എല്ലാവരും എന്നെ തുരത്താൻ നോക്കുമ്പോൾ എല്ലാവരും അല്ല, വസുന്ധര എന്നെ തുരത്താൻ നോക്കുമ്പോൾ ഗൗതം എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ ഗൗതം സന്തോഷിപ്പിക്കുന്നു. എൻ്റെ വിഷമം എന്താണെന്ന് അറിഞ്ഞ് ഗൗതം എനിക്ക് പെരുമാറുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിധി, എൻ്റെ ഗൗതം എൻ്റെ കൺമുന്നിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഗൗതമിനെ കെട്ടിപ്പിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിറകണ്ണുകളോടുകൂടി നിധി മുന്നോട്ട് നടക്കുമ്പോൾ കാണാം അപ്പുറത്തുനിന്ന് ഒരു കൈകൊട്ടുന്ന ശബ്ദം കേട്ടോ. അപ്പോൾ നിധി തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ ഗൗതം. പിന്നീട് നിധി നോക്കില്ല, റോഡ് മുറിച്ച് കിടക്കുന്നതൊന്നും നോക്കാതെ ഓടിച്ചെന്ന് ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകാണ് കേട്ടോ. ഇത് കാണുന്ന ഗൗതം ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, എന്താണ് ഈ കാണിക്കുന്നത്? പബ്ലിക്കിൽ, അത് നടു റോഡിൽ എന്നെ ഇവള് കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ നിധി ആകെ ഗൗതം ആകെ ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് ഗൗതം, എന്താ ഈ കാണിക്കുന്നത്? എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്, എന്തിനാണ് എന്നെ നീ കെട്ടിപ്പിടിച്ചത്, എന്നെ നീ ഉമ്മ വെച്ചത്? ഇതൊക്കെ പബ്ലിക്കിൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയും എന്നൊക്കെ പറയുമ്പോൾ, ഓ നിങ്ങളുടെ ഭാര്യ അത്ര വലിയ ഭാര്യയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൾ ദേവതയാണ്, ദൈവം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവർ ഇറങ്ങി വന്നതുപോലെയാണ് എനിക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു തരുന്നുണ്ട്, എനിക്ക് എന്നാണോന്ന് അവൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പലതും അറിയാത്ത കാര്യങ്ങൾ അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ കണ്ണു തുറപ്പിച്ചത് തന്നെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ദേവതയാണ് എന്നൊക്കെ പറയുമ്പോൾ, മതി നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് പുകഴ്ത്താൻ നിർത്ത് എന്ന് പറയുന്നുട്ടോ. ഇതേ സമയം നീ എൻ്റെ ഭാര്യ ഉമ്മ വെക്കേണ്ട ഈ കവിളിൽ നീ എന്തിനു ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഗൗതം തമാശ തുടങ്ങാൻ. അങ്ങനെ ഗൗതം ആ കവിളിലെ ഉമ്മ അങ്ങ് തുടക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുക. നിങ്ങൾ എൻ്റെ അടുത്താണ് വിളച്ചിൽ നടക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും ഗൗതമിനെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ ഗൗതം നിധിയോട് ചോദിക്കും, മതി നിർത്ത്, എന്താണിപ്പോൾ ഈ ഉമ്മ വെക്കൽ? പബ്ലിക്കെന്ന് പോലും നോക്കാതെ ഈ ഉമ്മ വെക്കുന്നത് കണ്ട ആളുകൾ എന്താ പറയുക? ഞാൻ അതിന് മറ്റാരെങ്കിലും ഉമ്മ വെച്ചിട്ടില്ലല്ലോ, എൻ്റെ ഭർത്താവിനെയല്ലേ ഞാൻ ഉമ്മ വെച്ചത്, അത് പബ്ലിക്കായി എന്ന് വെച്ച് ആരാ എന്നെ ചോദ്യം ചെയ്യുക എന്ന് പറയും. മതി, എന്താ ഇത്ര വല്ലാത്ത സന്തോഷം, അത് പറ എന്ന് പറയുമ്പോൾ, എൻ്റെ ഗൗതം, ഒരാൾ എന്നെ ഡിവേഴ്സിൽ ഒപ്പിടാൻ നോക്കുമ്പോൾ ഒരാൾ എനിക്ക് സന്തോഷം കൊണ്ട് എന്നെ വാരിപ്പുളരുന്നു. നീ എങ്ങനെ അറിഞ്ഞു ഗൗതം എൻ്റെ ജോലി പോയെന്ന സത്യം എന്ന് പറഞ്ഞ ഉടനെ ഗൗതം പറയണേ, എനിക്ക് അറിയായിരുന്നു സി കെ ചന്ദ്രൻ ബോസ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് ഈ സി കെ ചന്ദ്രൻ ബോസ്. ഈ ആട്ടുനൂലിട്ട ചെന്നായ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് സി കെ ചന്ദ്രൻ ബോസ്. അയാൾ പതുങ്ങിയിരുന്ന മറ്റുള്ളവരെ ദ്രോഹിക്കും, അയാളുടെ വിജയം മാത്രമേ അയാൾ നോക്കുകയുള്ളൂ, അവിടെ ആര് എന്ത് എന്നുള്ളത് അയാൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് നിന്നോട് അയാൾ ഈ ക്രൂരത ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തായാലും എൻ്റെ ഭാര്യ ഇനി വെറുതെ ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ നിധി പറയണം, അങ്ങനെ പറയരുത് ഗൗതം, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിയാക്കിക്കൊണ്ടാ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ എന്ന് പറയുമ്പോൾ, അതിനുള്ള പണം ഞാൻ നൽകിയല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഈ ടീച്ചർ ജോലി വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഗൗതം എന്നൊക്കെ പറയും. അതാവാം, പിന്നീടാവാമെന്ന് പറയാനേട്ടാ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനിക്ക് മിഥുൻ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. മിഥുൻ്റെ ഫോണാണെന്ന് കാണുമ്പോൾ തന്നെ ശിവാനിക്ക് പേടിയാവണം. ഇഷ്ടപ്പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ ശിവാനി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ എടുക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിഥുൻ്റെ ഫോൺ ശിവാനി എടുക്കുകയാണ്. എന്നിട്ട് പേടിച്ചും കൊണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ നിനക്കെന്താ എൻ്റെ ഫോൺ എടുക്കാനൊരു മടി, അതെന്താ, എന്തിനാ നീ എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അതെ എനിക്ക് പണം തരാൻ നീ തന്നിട്ടില്ലെങ്കിൽ നിന്നെ എങ്ങനെ പൂട്ടേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. മര്യാദക്ക് ഇന്ന് ഞാൻ പറയുന്ന സമയത്ത് നീ എനിക്ക് പണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ, അത് ഞാനങ്ങ് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവാനി പറയണം, ശരി, നീ എന്തപ്പോൾ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇടുമായിരിക്കുമല്ലോ, ഇനി അങ്ങ് ഇട്ടേക്ക്, എൻ്റെ കയ്യിൽ ഇല്ലാത്ത പണം ഞാൻ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ, ഞാൻ അവിടോട്ടൊന്നും ഇടില്ല, പ്രണവുണ്ടല്ലോ, പ്രണവിന് നിൻ്റെ ഈ ഫോട്ടോസ് ഓരോന്നായി ഞാൻ അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ, അയ്യോ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിക്കണം, എന്നാൽ നീ എനിക്ക് പണം താ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം
ഇപ്പുറത്താണെങ്കിലോ പ്രണവിന് കിടക്കാൻ പോകുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല. റൂമിൽ ചെന്ന പ്രണവിൻ്റെ നെഞ്ചിൽ വന്ന് കെട്ടിപ്പിടിച്ച ആ ഒരു സീന് കേട്ടോ, പ്രണവിനെ കെട്ടിപ്പിടിച്ച ശിവാനിയുടെ ആ ഒരു സീന്, ഇത് വല്ലാതെ പ്രണവിനെ നെഞ്ചിൽ തട്ടിയിരിക്കുന്നു. അങ്ങനെ പ്രണവ് ഇങ്ങനെ ചിന്തിക്കണം, ഈശ്വര എനിക്കിടയിൽ എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഇങ്ങനെ തോന്നാത്തൊരു വ്യക്തിയാണല്ലോ, ഇടയിൽ എന്താ ഇങ്ങനെ തോന്നാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ തന്നോട് തന്നെ ഇങ്ങനെ 100 വട്ടം ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈശ്വര ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രണവ്. അവളെന്ന് എന്നും കാണുന്ന ഒരു വ്യക്തിയാണല്ലോ, പക്ഷേ ഇന്നെന്താ അവളെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക മനസ്സിലൊരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിക്ക് വിളിക്കാൻ തുടങ്ങും കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ അശോകൻ്റെ വീട്ടിൽ അപ്പുറത്തുള്ള ഒരു അമ്മൂമ്മ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, അശോക ഞാൻ ഇതിൽ കുറച്ച് പണം തരാം, അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകനെ പഠിപ്പിക്കണം എനിക്ക്, അപ്പോൾ പഠിപ്പിനുള്ള പൈസ ഇപ്പോൾ തന്നെ വെക്കണമല്ലോ, അതുകൊണ്ട് നിൻ്റെ കൈകളിൽ ഞാൻ തരികയാണ്, നിൻ്റെ കൈകളിലാവുമ്പോൾ അത് ചിലവായി പോവില്ല, എൻ്റെ കൈകളിലാവുമ്പോൾ അത് ചിലവായി പോവും, അതുകൊണ്ട് തന്നെ എൻ്റെ കൈകളിൽ ഇരിക്കുന്നതിനേക്കാൾ സേഫ് നിൻ്റെ കൈകളിലാണ്, നീ ഇതിവിടെ വെക്ക്, ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞ് 2-3 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അത് കണ്ടിട്ട് അശോകൻ ശിവാനിയുടെയും രേണുകയുടെയും നേർക്ക് ചൂടാവുന്നത് കണ്ടോ. പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരമ്മ അവരുടെ മക്കളെ ഏത് നിലയിൽ എത്തിക്കണം എന്നുള്ള അവരുടെ ആ ഒരു മനസ്സിൻ്റെ വേവലാതി, ഇതുപോലെ നിന്നെ ഞാനും പഠിപ്പിച്ചതാടി, പക്ഷെ നീ എന്ത് ചെയ്തു, നീ ദുഷ്ടതയും ക്രൂരതയും ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂടാവണം കേട്ടോ. ഈ സമയമാണെങ്കിൽ ശിവാനിക്ക് പ്രണവ് വിളിക്കുകയാണ്. അപ്പോൾ ഈ വിളി വരുമ്പോൾ തന്നെ പ്രത്യേക സന്തോഷം ശിവാനിയുടെ ഉള്ളിൽ തോന്നുകയാണ്. അങ്ങനെ ശിവാനി, എന്താ പ്രണവ് പതിവില്ലാതെ എന്തോ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, തന്നെ ഒന്ന് വിളിക്കണം തോന്നി, താനൊന്ന് വരുമോ കാണാൻ എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ എവിടെ വേണമെങ്കിലും വരാം എന്ന് പറയണം കേട്ടോ. ഇതേ സമയം പ്രണവ് വീണിരിക്കുന്നു എന്നിങ്ങനെ രേണുകയോട് ചെന്ന് പറയാണ്. അങ്ങനെ പ്രണവ് വീണ സന്തോഷത്തിൽ രേണുക പറയുകയാണെങ്കിൽ ഇനി ഗൗതം എന്ന ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്ക്, വസുന്ധരയുടെ വീട്ടിൽ കയറിപ്പറ്റാൻ പറ്റിയ നല്ലൊരു അവസരമാണ് പ്രണവ്. ഗൗതമിന് ഉള്ള അതേ സ്ഥാനം തന്നെയാണ് അവിടെ പ്രണവിനുള്ളത്, അവൻ്റെ പേരിൽ സ്വന്തമായ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ മോളെ അവനെ നന്നായി സ്നേഹിച്ച് അവൻ്റെ മനസ്സിൽ നല്ലൊരു ഇടമുണ്ടാക്കി അവിടെ കയറിപ്പറ്റണം, അവിടുത്തെ മരുമകളാണ് ആവണം, എന്നിട്ട് ആ നിധിക്ക് ഇവിടെ നമ്മൾ സ്വസ്ഥത കൊടുക്കാത്തതുപോലെ തന്നെ അവിടെയും നമുക്ക് നിധിക്ക് സ്വസ്ഥത കൊടുക്കരുത്, അവൾ അവിടെ കിടന്ന് ഓരോന്നിനും എണ്ണി ഉത്തരം ഇത്രയും നാളും ചെയ്തതിനെ ഓരോന്നിനും എണ്ണി ഉത്തരം പറയിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ രേണുക ശിവാനിയോട് ഇത് പറയുമ്പോൾ ശിവാനിയാണെങ്കിലോ മനസ്സിൽ തൻ്റെ അച്ഛൻ്റെ കൈകളിൽ കൊടുന്നു കൊടുത്ത ആ പണം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന ആ ചിന്താഗതിയോട് കൂടിയിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ തൻ്റെ അച്ഛൻ്റെ പണം കക്കാൻ വേണ്ടി പാത്തും പതുങ്ങിയും പതുക്കെ ആ റൂമിൽ കയറി ആ പണം മോഷ്ടിക്കുന്നുണ്ട്. ഇനിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അശോകൻ അതറിയും. ഈ പറയുന്ന രേണുക പോലും ഈ പണം കട്ടത് എന്തിന്, തന്നോട് പറയാതെ ഇത് മോഷ്ടിച്ചത് എന്തിന് എന്നൊരു ചോദ്യം വരും. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പിണക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ റീമേക്കിൽ എന്തായാലും പ്രണവും ശിവാനിയുമായിട്ടുള്ള വിവാഹം നടക്കും. വിവാഹം നടന്നു കഴിഞ്ഞാലാണ് ഇനി വസുന്ധര ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ വസുന്ധരയ്ക്കുള്ളിൽ വരുന്നതും, അതുപോലെ തന്നെ ഗൗതമും പ്രണവും ഇനി ഈ ശിവാനി കാരണം പല പ്രശ്നങ്ങളും നേരിടേണ്ടിയും വരും കേട്ടോ.